പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. സാന്റാക്രൂസ് അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. സാന്റാക്രൂസ് അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. അക്ഷരമുറ്റത്തെ സപ്തതി പൂക്കൾ എന്ന പേരിട്ട കുടുംബ സംഗമത്തിൽ ഫാദർ ഫെലിക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക മിനി സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന കർമ്മം ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപകനായ ജോയ് സാർ നിർവഹിച്ചു. കാരണം നിങ്ങൾക്കറിയാം, ഇന്നത്തെ 19-20 നൂറ്റാണ്ട് വരെ നമ്മുടെ കുടുംബങ്ങളെല്ലാം സാമൂഹിക വ്യവസ്ഥയിൽ എല്ലാ കുടുംബവും കൂട്ടുകുടുംബ വ്യവസ്ഥയിലായി. പക്ഷേ 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എങ്ങോ പോയി മാറി. എല്ലാവരും ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറി. ഓരോരുത്തരും 1-2 കുട്ടികൾ അവർ വേറെ താമസിക്കുന്നു, മക്കൾ വേറെ താമസിക്കുന്നു, മക്കൾ വേറെ താമസിക്കുന്നു, കൊച്ചുമക്കൾ വേറെ താമസിക്കുന്നു എന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോയ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ 65+. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി 1965 മുതലുള്ള ബാച്ചുകൾ ഓൾഡ് സ്റ്റുഡൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുത്തു. സംഗമത്തിൽ 70 വയസ്സ് പൂർത്തിയായ 18 പേരെ ആദരിച്ചു. മുൻ PTA പ്രസിഡന്റ് ചന്ദ്രബാനു, സാന്റാക്രൂസ് UP സ്കൂൾ HM ബിന്ദു മിസ്, ആനി സബീന ബിന്ദു എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയായ വിനോദ് നന്ദി രേഖപ്പെടുത്തി. എല്ലാ സമയത്തും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ എത്താറുണ്ട്. ഇവിടെ വരുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും കിട്ടില്ല എനിക്ക്. കാരണം ഇവിടുത്തെ നൊസ്റ്റാൾജിയും പഴയ